കുട്ടിയെ പണിഷ് ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു എക്സ്പ്ലനേഷൻ ചോദിച്ചു. എന്താണ് പണിഷ് ചെയ്തെന്നുള്ളത് നമുക്ക് ഓർമ്മയിൽ പോലും എടുക്കാൻ മീൻസ് വി ആർ നോട്ട് ഗെറ്റിംഗ് വാട്ട് വി ഡിഡ് എന്നുള്ളത്. പക്ഷെ ഓർത്തെടുത്ത് ഫിസിക്സ് പീരീഡിൽ ഇംഗ്ലീഷ് നോട്ട് എഴുതിയ ഒരു കുട്ടിയുടെ ചെവിക്ക് പിടിച്ചു. ഒരു ടീച്ചർ നമ്മുടെ ചെവിക്ക് പിടിച്ചു അല്ലെ അടിച്ചു എന്ന് പറയുമ്പോൾ അതിന് ലവിന്റെ ഒരു കവറും കൂടി ഉണ്ട്. ക്ലാസ്സസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു റിലീഫ് പോയിന്റ് ആയിരുന്നു. പിന്നെ കുഞ്ഞു കുട്ടികളല്ലേ ചുറ്റും, അവരുടെ ഒരു ചിരിയും അവരുടെ ഒരു ആ ഒരു മീൻസ് ലൈക്ക് ആ കുട്ടികളാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ പിടിച്ചു നിർത്തിയത് ആ സമയത്ത്. ആക്ച്വലി ആ ഒരു പോയിന്റിൽ ഈ പറയുന്ന ക്ലാസ് റൂംസ് ആയിരുന്നു നമ്മുടെ ഒരു റിലീഫ് എന്ന് പറയുന്നത്. കാര്യം ആ ഒരു ക്ലാസ്സിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാസ് തുടങ്ങുന്നോടം മുതൽ ക്ലാസ് അവസാനിക്കുന്നോടം വരെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മറന്നുപോകും. കുട്ടികളെ കാണുമ്പോൾ മറന്നു പോകും. പിന്നെ അവർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും, പഠിപ്പിക്കുന്ന ടോപ്പിക്കിൽ ക്യൂരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും, മനസ്സിലാവാത്ത കാര്യങ്ങൾ ഉണ്ടാവും. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ക്ലാസ് റൂംസ് എൻ്റെ ഒരു റിലീഫ് പോയിന്റ്സ് ആയിരുന്നു. ടീച്ചറായിട്ട് ഇന്ത്യയിൽ അക്രോസ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്നൊക്കെ ട്യൂഷൻ സെന്റേഴ്സ് കാണുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ കാണുന്നതിന് അത്രയും തന്നെ ഈക്വൽ ആയിട്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ക്രൗഡ് ട്യൂഷൻസിൽ കാണാൻ പറ്റുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് ഒരു കുട്ടിക്ക് അത്രയും തന്നെ ക്രൗഡിൽ ഇരുന്ന് പഠിക്കുമ്പോൾ പിന്നെ ഈ ട്യൂഷനും അല്ലെങ്കിൽ ഇതും തമ്മിൽ എന്താണ് ഒരു വ്യത്യാസം വരുന്നത് എന്നൊരു തോന്നൽ അന്നേ ഉണ്ടായിരുന്നത്. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ, ആ കുട്ടിയുടെ പേസ് മനസ്സിലാക്കി കുട്ടിയുടെ ഒപ്പം ഇരുന്ന് കുട്ടിയോട് സംസാരിച്ച് ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു നമ്മൾ മനസ്സിൽ കണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സിസ്റ്റം നമുക്ക് ഭംഗിയായിട്ട് ഇപ്പം ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. ആസ് എ പേരന്റ് വിളിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പേരന്റിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ കുട്ടിയുടെ കയ്യിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. ഈ സബ്ജക്ട് എപ്പോൾ തൊട്ടാണ് ടഫായത്, ഏതാണ് അതിൽ തന്നെ ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ്, സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തോരം പിക്ക് ചെയ്യാൻ പറ്റുന്ന ആളാണ്, ഇങ്ങനെ ഒരു ബേസിക് ഒരു ഐഡിയ കുട്ടിയെ പറ്റി നമ്മൾ എടുക്കാറുണ്ട്. ഇനി നിങ്ങളുടെ കുട്ടികളുടെ പഠനത്തെക്കുറിച്ച് വേവലാതി വേണ്ടേ വേണ്ട. എല്ലാ സിലബസുകളിലും ഇനി മുതൽ ഓൺലൈൻ ട്യൂഷൻ നൽകാൻ ഗാർഡിയൻ ട്യൂട്ടർ. പഠിക്കുന്ന കാര്യത്തിൽ ഇനി മുതൽ നിങ്ങളുടെ കുട്ടി കൂടുതൽ കോൺഫിഡന്റ് ആയിരിക്കും. ഗാർഡിയൻ ട്യൂട്ടർ ഓൺലൈൻ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. ഹലോ, മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗാർഡിയൻ ട്യൂട്ടർ ഓൺലൈൻ പ്രസൻസ് ബാറ്റിൽ ഓഫ് ബ്രെയിൻസ്. മൈൽസ്റ്റോൺ മേക്കേഴ്സ് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായിട്ട് ഈ മാസം മുതൽ ഏപ്രിൽ മുതൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന പുതിയ ഒരു ഷോ ആണ്. ഇതുവരേക്കും നമ്മുടെ യൂട്യൂബ് ചാനൽസുകളിലോ നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഷോ ആണ് ബാറ്റിൽ ഓഫ് ബ്രെയിൻസ്. ഈ ബാറ്റിൽ ഓഫ് ബ്രെയിൻസിന്റെ ടൈറ്റിൽ സ്പോൺസേഴ്സ് ആണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മുടെ ഈ ഒരു ഷോയുടെ തുടക്കം തന്നെ കുറിക്കുന്നത്. യെസ്, ഗാർഡിയൻ ട്യൂട്ടർ ഓൺലൈൻ്റെ ഫൗണ്ടറും ഡയറക്ടറും എല്ലാമായ തെരേസിയുടെ കൂടെ തെരേസിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നൽകിക്കൊണ്ട് ഗാർഡിയൻ ട്യൂട്ടർ ഓൺലൈൻ്റെ മറ്റൊരു പാർട്ട്ണറും ഡയറക്ടറും തന്നെയാണ് തെരേസിയുടെ ഹസ്ബൻഡ് മിസ്റ്റർ മേബിൻ. രണ്ടുപേരെ നമുക്ക് ഇന്നത്തെ ഷോയിലേക്ക് വെൽക്കം ചെയ്യാം. ഹായ്. താങ്ക് യു. ബാറ്റിൽ ഓഫ് ബ്രെയിൻസ് നമ്മൾ മൈൽസ്റ്റോൺ മേക്കേഴ്സ് പോയ വർഷം നമ്മളൊരു വലിയ ഈവന്റ് നടത്തിയിരുന്നു, ക്വിസ് കോമ്പറ്റീഷന്റെ ഒക്കെ. അതിനുശേഷം നമ്മൾ പുതിയതായിട്ട് മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ പുതിയതായിട്ടുള്ള ഒരു ഇതാണ്, അതായത് ഓരോ എപ്പിസോഡിലും ഓരോ സെലിബ്രിറ്റീസും ഓരോ സെക്ഷനിൽ നിന്നുള്ള പ്രൊഫഷണൽസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അവരുടെ തമ്മിലുള്ള ഒരു ബ്രെയിൻ വാർസ് തന്നെയാണ് നടക്കാൻ പോണത്. അപ്പോ ഇതിന്റെ ടൈറ്റിൽ സ്പോൺസർ ആയിട്ട് ഞങ്ങൾക്ക് ഗാർഡിയൻ ട്യൂട്ടർ ഓൺലൈൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഓണറിനെ തന്നെയാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. സോ വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ്. ഞങ്ങളുടെ ഫാമിലി മെമ്പർ ആവാനായിട്ട് ഞങ്ങൾ ഒരുപാട് സ്വാഗതം ചെയ്യുന്നു രണ്ടുപേരെ. യെസ്, തെരേസ്യ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഗാർഡിയൻ ട്യൂട്ടർ ഓൺലൈൻ. നമുക്കറിയാം ഇന്നിപ്പോ ഒരുപാട് ഓൺലൈൻ ട്യൂഷൻ സെന്റേഴ്സ് ഉണ്ട് അല്ലെ. ഫിസിക്കൽ എത്രത്തോളം ഉണ്ടോ അതുപോലെ തന്നെ ഓൺലൈൻ ആയിട്ടുള്ള ഒരുപാട് സെന്റേഴ്സ് നമുക്ക് കാണാം. അങ്ങനെ അതെല്ലാം കാണുമ്പോഴും ഇതിനകത്ത് ഗാർഡിയൻ ട്യൂട്ടർ ഓൺലൈൻ്റെ സ്പേസ് എവിടെയാണ്, അല്ലെങ്കിൽ ബാക്കി എല്ലാത്തിൽ നിന്നും ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? യെസ്, നമ്മൾ ട്യൂഷൻസ് തുടങ്ങിയ സമയത്ത് ഇതിനു മുമ്പ് ഞാനൊരു 10 വർഷത്തോളം ടീച്ചറായിട്ട് ഇന്ത്യയിൽ അക്രോസ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്നൊക്കെ ട്യൂഷൻ സെന്റേഴ്സ് കാണുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ കാണുന്നതിന് അത്രയും തന്നെ ഈക്വൽ ആയിട്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ക്രൗഡ് ട്യൂഷൻസിൽ കാണാൻ പറ്റുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് ഒരു കുട്ടിക്ക് അത്രയും തന്നെ ക്രൗഡിൽ ഇരുന്ന് പഠിക്കുമ്പോൾ പിന്നെ ഈ ട്യൂഷനും അല്ലെങ്കിൽ ഇതും തമ്മിൽ എന്താണ് ഒരു വ്യത്യാസം വരുന്നത് എന്നൊരു തോന്നൽ അന്നേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തുടക്കം വന്ന സമയത്ത് നമ്മൾ ആദ്യമേ തീരുമാനിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ, ആ കുട്ടിയുടെ പേസ് മനസ്സിലാക്കി കുട്ടിയുടെ ഒപ്പം ഇരുന്ന് കുട്ടിയോട് സംസാരിച്ച് ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു നമ്മൾ മനസ്സിൽ കണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സിസ്റ്റം നമുക്ക് ഭംഗിയായിട്ട് ഇപ്പം ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. ആ ഒരു കുട്ടികളുടെ ലിമിറ്റേഷൻ, കുട്ടികളുടെ പോസിറ്റീവ്നെസ്, അവരുടെ സ്ട്രെങ്ത് എല്ലാം അറിഞ്ഞ് ആൾക്കാർ ഇപ്പൊ അത് അക്സെപ്റ്റ് ചെയ്ത് വരുന്നുണ്ട്.
ഓക്കെ, യെസ്. മേബിൻ, ഇപ്പൊ മേബിന്റെ റോൾ എന്തൊക്കെയാണ് ഈ ഒരു ട്യൂഷൻ ഇതില്? മേബിനും പഠിപ്പിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഇതിന്റെ ഒരു? സർവീസിലായിരുന്നു ഒരു 21 ഇയേഴ്സ്. എന്ത്? നേവിയില്. ഓക്കെ. അപ്പോ അവിടെ പഠിപ്പിച്ചിരുന്നു ഒരു 5 കൊല്ലത്തോളം. ഓ, ഗാർഡിയനിൽ വന്നിട്ട് പഠിപ്പിക്കുന്ന ശ്രമം നടത്തിയിട്ടില്ല. സോ ബൈ പ്രൊഫഷൻ നിങ്ങൾ രണ്ടുപേരും ടീച്ചേഴ്സ് ആണ്? അങ്ങനെയല്ല, നേവിയിൽ വി ഗെറ്റ് മൾട്ടിപ്പിൾ റോൾസ്. ഓക്കെ. സോ ഐ വാസ് ഇൻ ടു ടെക്നിക്കൽ, ഏവിയേഷൻ ടെക്നിക്കലിലായിരുന്നു. Okay. ഡ്രോൺസ്, ഹെലികോപ്റ്റേഴ്സ്, അതൊക്കെയായിരുന്നു എന്റെ പ്രൈം ഏരിയ. ഓക്കെ. സോ വൺസ് വി ഗെറ്റ് ബിറ്റ് ഓഫ് സീനിയോറിറ്റി, ദെൻ വി വിൽ ബി അസൈൻ ടു ട്രെയിനിങ് ബില്ലറ്റ്സ്. ഓ, അപ്പൊ ആ ട്രെയിനിങ് ബില്ലറ്റ്സിൽ ഒരു 5 കൊല്ലം ഉണ്ടായിരുന്നു, ഓക്കെ. പഠിപ്പിച്ചിരുന്നു. ഓക്കെ. ബിടെക്, ഡിപ്ലോമ, ആ, ITI പോലത്തെ ഈക്വലന്റ് ആയിട്ടുള്ള അങ്ങനത്തെ കോഴ്സുകളൊക്കെയാണ് ടെക്നിക്കൽ കോഴ്സസ് ബേസിക്കലി. ഓക്കെ. അതായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ഒരിക്കലും ഗാർഡിയനിൽ ഒരു ടീച്ചറായിട്ട് പോയിട്ടില്ല, പഠിപ്പിക്കുന്നില്ല. അതെന്തുകൊണ്ട്? അങ്ങനെയല്ല, നമ്മള് തെരേസയ്ക്ക് മനസ്സിലാക്കി കാണും, നിങ്ങൾ പഠിപ്പിക്കേ വേണ്ട. അതാണോ തെരേസ്യ? അല്ല, ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ സമയത്ത് നാച്ചുറലി പുള്ളിക്ക് പഠിപ്പിക്കാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നില്ല. അന്ന് നേവിയിലായിരുന്നു. മോർണിംഗ് ഒരു 7 പോയാൽ ഈവനിങ് 7 വരുന്ന ഒരു സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം കൂടുതലും എനിക്ക് അന്ന് ടെക്നിക്കൽ സപ്പോർട്ടാണ് ചെയ്തു തന്നുകൊണ്ടിരുന്നത്. പിന്നെ ഫുൾ ടൈം വന്നപ്പോഴത്തേനും മോസ്റ്റ്ലി ആ ഒരു ടെക്നിക്കൽ ഏരിയയിലേക്ക് തന്നെയാണ് പുള്ളി നേരെ ജോയിൻ ചെയ്തത്. അപ്പോഴത്തേനും നമുക്ക് ഈ പറയുന്ന പോലെ ടീച്ചേഴ്സിന്റെ ഒരു സെറ്റ് ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ട ടെക്നിക്കൽ സപ്പോർട്ട്, മറ്റ് ടീച്ചേഴ്സിന് ഇനിഷ്യലി ഒരു ഓറിയന്റേഷൻ നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനത്തെ ഭാഗങ്ങളിലേക്കായിരുന്നു ആള് വന്ന് ജോയിൻ ചെയ്തത് തന്നെ. ഓക്കെ. ശരിക്കും അപ്പം ടീച്ചറായിട്ട് ബൈ പ്രൊഫഷൻ നിന്നുകൊണ്ടിരുന്ന തെരേസ്യ എന്തുകൊണ്ടായിരിക്കും ആ ടീച്ചിങ് പ്രൊഫഷൻ വേണ്ടെന്ന് വെച്ചിട്ട് ഇത്തരത്തിലുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് സ്വിച്ച് ചെയ്തത്? അദ്ദേഹം മേബിനും നേരം നേവിയിൽ വർക്ക് ചെയ്യാണ്. സോ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രൊഫഷൻ വേണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തത്? ബൈ ചെറുപ്പം മുതൽ ജനിച്ചതും വളർന്നതും പഠിച്ചതും എല്ലാം ടീച്ചർ ആവുക എന്നുള്ള ഒരു ആഗ്രഹത്തിലായിരുന്നു. ആണോ? ചൂസ് ചെയ്തതും ടീച്ചിങ് തന്നെയായിരുന്നു. പ്രൊഫഷൻ. അതല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു തോന്നല് ആ ഒരു എന്താ പറയുക, ഒരു 4-5 വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്നില്ല. ടീച്ചറായി പഠിപ്പിച്ചു തുടങ്ങിയ സമയത്ത് എന്റെ സബ്ജക്ട് ഫിസിക്സ് ആയിരുന്നു. അപ്പൊ നാച്ചുറലി പേരൻസിന് അതിന്റെ കൂടെ തന്നെ വേണ്ട സബ്ജക്ട്സ് ആയിരുന്നു കെമിസ്ട്രിയും മാത്സും. അപ്പൊ അവർ അതും കൂടെ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ എല്ലാം കൂടെ ഒരു പോയിന്റിൽ കിട്ടുകയാണെങ്കിൽ പേരൻസിന് കംഫർട്ടബിൾ ആകും എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന കുറച്ച് കെമിസ്ട്രി, മാത്സ് ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ ഇതിനകത്തേക്ക് ജോയിൻ ചെയ്തു. അന്നും നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് പേരൻസിനെ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളതായിരുന്നു. ഗ്രാജുവലി പേരൻസിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ ടീച്ചേഴ്സിനെ ആഡ് ചെയ്ത് വന്നപ്പം ഒരു പോയിന്റിൽ ടീച്ചേഴ്സിനെ എല്ലാവരെയും ഒന്ന് കറക്റ്റ് ആയിട്ട് ടൈം ടേബിൾ ഇടുക, സപ്പോർട്ട് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് നമ്മളിൽ ഒരാൾ അതിൽ നിന്നൊന്ന് മാറി നിൽക്കണമായിരുന്നു. അപ്പൊ പഠിപ്പിച്ചുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായ ഒരു പോയിന്റിലാണ് ടീച്ചിങ്ങിൽ നിന്നും എല്ലാം മാറി ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് മെല്ലെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്വിച്ച് ചെയ്യുന്നത്. അത് ആ സമയത്തെ ഒരു ചലഞ്ചിങ് ഡിസിഷൻ ആയിരുന്നു. ഏകദേശം 50ഓളം കുട്ടികളെ ഒരു ഹാൻഡിൽ ചെയ്ത് ഒരു അക്കാദമിക് ഇയർ നിർത്തുന്നിടത്ത് നിന്നാണ് ടീച്ചിങ്ങിൽ നിന്ന് മാറി അഡ്മിനിസ്ട്രേഷനിലേക്ക് വരാം, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് വളർത്തിക്കൊണ്ടുവരാം എന്നൊരു ഡിസിഷനിൽ അങ്ങ് എടുത്ത് ചാടിയതാണ്. പിന്നെ നേവിന്റെ ബ്രില്യൻസ് ആണോ ഇതിനകത്തുള്ളത്? അതായത് നേവിയിൽ നിന്നും ഇപ്പൊ റിട്ടയർമെന്റ് എടുത്തു എന്നല്ലേ പറഞ്ഞത്? അപ്പൊ അന്നേരത്തേക്ക് കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള ഒരു ബിസിനസ് സംഭവം കൂടെ മുന്നിൽ കണ്ടിട്ടുള്ള അത് നിങ്ങൾ അങ്ങനെ ഒരു ബിസിനസ് രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? ഐ ക്യാൻ ടീച്ച്. ഐ ഹാവ് ബീൻ ടീച്ചിങ് ഫോർ 10 years. അപ്പോൾ രണ്ടുപേരും കൂടെ ഡിസൈഡ് ചെയ്തു, വൈ കാന്റ് വി സ്റ്റാർട്ട് ട്യൂഷൻസ്? ഫിസിക്സ് ട്യൂഷൻസ് വീട്ടിൽ തന്നെ. അപ്പൊ അങ്ങനെ നമ്മൾ 2018 വീട്ടിൽ തന്നെ ഫിസിക്സ് ട്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്തു. ആ ഇയർ ആയപ്പോഴത്തേന് എനിക്ക് തോന്നുന്നു ഒരു 20-24 സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നുണ്ട്. ടു ബി വെരി ഫ്രാങ്ക്, നമുക്ക് എത്രയാണോ സാലറി എന്നുള്ള ഇതുണ്ടായിരുന്നത് അത് മേക്കപ്പ് ആയി. സോ ഫിനാൻഷ്യലി വി ആർ നെക്സ്റ്റ് ഇയർ മീൻസ് കൂടുതൽ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അംബിഷൻസ്, ഡ്രീംസ് ഒക്കെ വളരുമല്ലോ. അപ്പൊ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു, വൈ കാൺ വി ഓപ്പൺ എ സെന്റർ? അങ്ങനെ നമ്മൾ 2019 ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് കൊച്ചി തന്നെ നമ്മൾ ഗാർഡിയൻ ട്യൂട്ടർ ഓൺലൈൻ എന്നുള്ള പേരിൽ തന്നെ, ഗാർഡിയൻ എന്നുള്ള പേരിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ കുട്ടികൾ വന്നു തുടങ്ങി. ഒരു മാത്സ് ടീച്ചർ നമ്മുടെ തന്നെ സിസ്റ്റർ ഇൻ ലോ, പുള്ളിക്കാരി നമ്മുടെ കൂടെ ചേർന്നു. സോ ഫിസിക്സും മാത്സും ഉണ്ട്. സോ ഒരു കെമിസ്ട്രി ടീച്ചറെ നമ്മൾ നോക്കി. അങ്ങനെ കുറച്ച് സബ്ജക്ട്സ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്തു. ഇപ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയൊരു ചലഞ്ചിങ് സിറ്റുവേഷൻ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്, കോവിഡ്. ഓൾ ഓഫ്ലൈൻ സെന്റേഴ്സ് ഹാസ് ടു ബി ഷട്ട്. വന്ന് ഞാൻ സർവീസിലാണ്, ഞങ്ങൾക്ക് ഹോളിഡേയ്സ് ഇല്ല. കോവിഡിന് ഞങ്ങൾ വീട്ടിൽ ഇരിക്കാത്ത കുറച്ച് ആൾക്കാരാണ്. അപ്പൊ ചെന്ന് കഴിഞ്ഞ ഒരു മാസം 2 മാസം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഐ യൂസ് ടു അറ്റൻഡ്. അന്ന് ഞാൻ അഡ്മിനിസ്ട്രേഷനിലാണ്. അപ്പൊ ഈ ബ്രീഫിംഗ്സ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം ഐ കെയിം ടു നോ ദാറ്റ് ദിസ് ഇസ് ഗോയിങ് ടു ബി ലോങ്. അതായത് ഒരു മാസം 2 മാസം 3 മാസം കൊണ്ട് തീരുന്ന ഒരു സംഭവമല്ല ഇത്. ദിസ് ഇസ് ഗോയിങ് ടു ബി ലോങ്. അപ്പൊ അന്ന് US നിന്നും UK നിന്നും കുട്ടികളെ കുറച്ചുപേരെ പേഴ്സണൽ ആയിട്ട് പുള്ളിക്കാരി പഠിപ്പിക്കുന്നുണ്ട്. സോ വി തോട്ട് ഓഫ് വൈ കാൻ വി ഹാവ് ദ സെയിം സെറ്റ് ഓഫ് സ്റ്റുഡൻസ് റാദർ ദാൻ കമ്മിങ് ടു അവർ സെന്റർ, സിറ്റ് അറ്റ് their own
പ്ലേസസ്. അന്നത്തേക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുമായി പയ്യെ അല്ലേ? അങ്ങനെ നമ്മളത് ഓൺലൈനിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പൊ ഇപ്പോ ഈ ഗാർഡിയൻ ട്യൂട്ടർ ഓൺലി ഓൺലൈൻ മാത്രമാണോ ഉള്ളത്? ആണ്. അപ്പൊ ഒരു 20 മുതൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ വന്നതാണ് അല്ലേ? അന്ന് മുതൽ ഇപ്പൊ 26 വരെ ഓൺലൈനിലൂടെ മാത്രം. പക്ഷെ ഇപ്പൊ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് LKG മുതൽ 12th വരെയുള്ള കുട്ടികൾക്ക് ഏത് സബ്ജക്റ്റും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന വണ്ണമുള്ള ആ രീതിയിലേക്ക് ഇന്നിപ്പോ ഗാർഡിയൻ ട്യൂട്ടർ വളർന്നു എന്നുള്ളതാണ് അല്ലെ? ഈ ഒരു 6 yearsല് അസോസിയേറ്റ് ചെയ്തപ്പോ ഇപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 300 ട്യൂട്ടേഴ്സ്, 250 to 300 ട്യൂട്ടേഴ്സ് നമുക്ക് ഉണ്ട്. any point of time നിങ്ങളിപ്പം കേരളത്തിൽ മാത്രമല്ലല്ലോ കൊടുക്കുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോം വന്നപ്പോ ഇപ്പൊ പലയിടത്തും കുട്ടികളുണ്ടാവും. നമുക്ക് 20 കൺട്രീസിൽ നിന്ന് കുട്ടികൾ പഠിക്കുന്നുണ്ട് ഓൾ ഓവർ ദ വേൾഡ്. അപ്പം ടൈം ഡിഫറൻസും ഒക്കെ ഉണ്ട്. 24 മണിക്കൂറിനുള്ളിൽ ഏത് സമയവും പാരന്റിന് ചൂസ് ചെയ്യാം. ആ സമയത്ത് നമ്മുടെ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കാൻ റെഡിയാണ്. അപ്പൊ ഈ ടീച്ചേഴ്സ് എന്ന് പറയുന്നവരെല്ലാരും നമ്മുടെ ഇവിടെ തന്നെയാണോ ബേസ്? കേരളത്തിൽ തന്നെ ഉള്ളവരാണോ? അതോ അതും അക്രോസ് ദ ഗ്ലോബ് ഉണ്ട്. പല പല കോണ്ടിനെന്റ്സിൽ നിന്ന് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്. കാരണം പല കരിക്കുലം നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഇപ്പൊ മെബിന്റെ റോൾ എന്താണ് ഈ ഒരു ഇതില്? ആദ്യം ഇതിപ്പോ നമ്മൾ പറഞ്ഞില്ല, ഒരു ബിസിനസ് ആയിട്ടല്ല നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഒരു സംരംഭമായിട്ടല്ല നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ ഒരു സർവൈവൽ മെക്കാനിസം ആയിരുന്നു. പക്ഷെ അവിടുന്ന് ഏതോ ഒരു പോയിന്റിൽ നമുക്ക് മനസ്സിലായി നമുക്ക് ഇത് കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആയിട്ട് കൊണ്ടുപോകണം എന്നുള്ളത് മനസ്സിലായി. പക്ഷെ അങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് കൊണ്ടുപോകാൻ നമ്മൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പം ചില കാര്യങ്ങൾ തെരേസ നാച്ചുറൽ ആയിട്ട് നന്നായി ചെയ്യുന്നുണ്ടായിരുന്നു, ചില കാര്യങ്ങൾ നാച്ചുറൽ ആയിട്ട് ഞാനും നന്നായി ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു 1-2 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞപ്പം നമ്മുടെ സ്ട്രെങ്തുകൾ അവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. മെയിൻ ആയിട്ട് തെരേസ ഹാൻഡിൽ ചെയ്യുന്നത് ഓപ്പറേഷൻസ്, ബിക്കോസ് ഷീ ഈസ് എ ടീച്ചർ. ഒരു പാരന്റ് തെരേസയോട് വിളിച്ചിട്ട് ആ കുട്ടിയെ പറ്റി ഒരു പിക്ചർ പറയുമ്പോൾ തെരേസയ്ക്ക് അറിയാം ആ കുട്ടിയുടെ പ്രോബ്ലം എന്താണ്, ആ കുട്ടിക്ക് എങ്ങനത്തെ ഒരു ടീച്ചറെ വേണം, നമ്മൾ എങ്ങനെ അവരെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും, കൂടുതൽ ആ ഒരു മൈൻഡ് ബ്ലോക്ക് എങ്ങനെ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും എന്നുള്ളത്. സോ ഓപ്പറേഷൻസ് ഫുൾ ഹെഡ് ചെയ്യുന്നത് തെരേസയാണ്. ആൻഡ് സൗന്ദര്യം കൂടുതലുള്ളത് കൊണ്ട് മാർക്കറ്റിംഗ് ഫേസ്. സോ മാർക്കറ്റിംഗ് വെച്ചു. അതായത് ഈ അടുത്തിടയ്ക്ക് ഏതോ ഒരു സുഹൃത്ത് പറഞ്ഞു, മാഡം എത്ര നന്നായിട്ടാണ് സെല്ല് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ആക്ച്വലി ഷി വാസ് നോട്ട് സെല്ലിങ് എനിത്തിങ്, ഷി വാസ് പ്രൊമോട്ടിങ് സംതിങ്. വേറെ ആരുടെയോ എന്തോ ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യായിരുന്നു. അപ്പോൾ മാം അത് പറഞ്ഞു കഴിഞ്ഞപ്പം അതെനിക്ക് വാങ്ങണം, അതെനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തോന്നി എന്ന് പറഞ്ഞു. സോ ഷീ ഹാസ് ദാറ്റ് നാച്ചുറൽ ടാലന്റ്. സോ ആ 2 ഡിപ്പാർട്ട്മെന്റ് അങ്ങോട്ട് ലവ് മാരേജ് ആണ്, 8 കൊല്ലം പ്രേമിച്ചതാണ്. അല്ല, ഇത് പറഞ്ഞ് സേഫ് ആയിട്ട് ഇങ്ങോട്ട് വെച്ച് ഈ 2 ഡിപ്പാർട്ട്മെന്റും ഞാൻ തൊടില്ലായിരുന്നു. അപ്പൊ പിന്നെ നാച്ചുറൽ ആയിട്ട് ബാക്കി വരുന്നത് ചെറുപ്പം മുതലേ ഫിനാൻസ് എന്റെ ഒരു സ്ട്രെങ്ത് ആണ്. ഐ ക്യാൻ സ്ട്രോങ്. പിന്നെ നേവിയിൽ 10-21 കൊല്ലത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേഷൻ നല്ല നന്നായിട്ട് ആ 2 ഏരിയ. പിന്നെ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ബേസിക് ആയിട്ട് ഞാൻ പഠിച്ചത്. അപ്പൊ അതുകൊണ്ട് ടെക്നോളജി എന്ന് പറയുന്നത് ഓൾവേസ് ക്ലോസ് ടു മൈ ഹാർട്ട് ആണ്. നാച്ചുറൽ ആയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പാർട്ട്മെന്റ്സ് ഡിവൈഡ് ചെയ്തു. എന്റെ ഏരിയയിൽ നീ ഇല്ല, നിന്റെ ഏരിയയിൽ ഞാനും ഇല്ല. വളരെ സേഫ് എന്നാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സംഭവം ബേസ് എല്ലാം ഇവിടെ നിന്ന് സംഭവങ്ങൾ സാധനം ചെയ്തു തരാൻ നിങ്ങൾ വന്ന് ബ്യൂട്ടിഫുൾ ആയിട്ട് വന്ന് പഠിപ്പിക്കാൻ പോവുക. സമാധാനവും നിലനിർത്തുക. കാര്യം നമ്മള് വീട്ടിൽ തന്നെ വർക്ക് ചെയ്യുമ്പോൾ, അതും ഹസ്ബൻഡും വൈഫും ഒരേ ഇതിൽ വർക്ക് ചെയ്യുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലേ? സ്വാഭാവികം. നമ്മൾ ബ്രെയിൻ സ്റ്റോമിംഗ് എന്നുള്ള ഓമന പേരിൽ നമ്മൾ അതിനെ പറയും. പക്ഷേ ആസ് എ മാരീഡ് പേഴ്സൺ വിത്ത് സോ മച്ച് ഓഫ് എക്സ്പീരിയൻസ് യു നോ ബെറ്റർ എന്തായിരിക്കും ശരിക്കും സംഭവിക്കുക. ഡിപ്പാർട്ട്മെന്റ്സ് 2 തന്നെ പകുതി പ്രശ്നം കഴിഞ്ഞു. കാര്യം ഈ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ഒരു മീറ്റിംഗ് വരുന്നിടത്ത് മാത്രമേ ഈ പറയുന്ന ബ്രെയിൻ സ്ട്രോമിങ്ങിന്റെ ആവശ്യം വരുന്നുള്ളൂ. അതർവൈസ് ഈ പറയുന്ന ടെക്നിക്കൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഈ വക കാര്യങ്ങൾ എനിക്കും ഡൗട്ടോ വരാറില്ല. അല്ലെങ്കിൽ ഞാനത് അങ്ങോട്ട് ഫുൾ ആയിട്ട് അങ്ങ് ഏൽപ്പിക്കും. ഈ പറയുന്ന പോലെ മാർക്കറ്റിംഗ് ഓപ്പറേഷൻസ് കംപ്ലീറ്റ് എന്റെ ഇതിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. ചില പോയിന്റ്സിൽ ഓഫ്കോഴ്സ് ഒരുമിച്ച് വരും, എപ്പോഴും അങ്ങനെയാണല്ലോ. പക്ഷെ ഈ പറയുന്ന പോലെ എന്താണോ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ബെറ്റർ എന്നുള്ള തോട്ടിൽ നമ്മളത് ചെയ്യാറ്. അതും നമ്മൾ കുറച്ച് കാലം കൊണ്ട് മനസ്സിലാക്കിയതാണ് കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ അടിച്ചു പിരിയുമായിരുന്നു. അല്ല, എല്ലാം അങ്ങനെയാണല്ലോ. ബൈ എക്സ്പീരിയൻസ് ഉള്ളൂ. നമ്മൾ പലതും മനസ്സിലാക്കി എറേഴ്സിലൂടെയാണ് നമ്മൾ എല്ലാവരും പഠിക്കുന്നതും. പക്ഷെ അത് കഴിഞ്ഞ ഒരു പോയിന്റിൽ
എന്ത് ആസ്പെക്റ്റിൽ ഡിസിഷൻ എടുക്കണം. സോ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ആസ്പെക്റ്റിൽ നമ്മൾ ഡിസിഷൻസ് എടുക്കുമ്പോൾ ക്ലാരിറ്റി ഓഫ് ഡിസിഷൻസ് വിൽ കം. വെരി ട്രൂ. ഇപ്പൊ ഞാൻ എന്റെ മോളെ ഗാർഡിയൻ ട്യൂട്ടറിലേക്ക് വിടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇതിനെ കുറിച്ച് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് എങ്ങനെയായിരിക്കും അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ സ്പെഷ്യാലിറ്റി, എന്തുകൊണ്ട് ഞാൻ ഗാർഡിയൻ ചൂസ് ചെയ്യണം? യെസ്, നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഇൻഡിവിജ്വലി ആണ്. നമ്മളിപ്പം പണ്ടൊരു സിനിമയിൽ കാണുന്ന പോലെ കടുപ്പം കൂടിയ ചായ, കടുപ്പം കുറഞ്ഞ ചായ എല്ലാം കൂടെ ഒരുമിച്ച് വെക്കുക, അങ്ങനെയല്ല. ഇപ്പം ആസ് എ പേരന്റ് വിളിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പേരന്റിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ കുട്ടിയുടെ കയ്യിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. ഈ സബ്ജക്ട് എപ്പോൾ തൊട്ടാണ് ടഫായത്, ഏതാണ് അതിൽ തന്നെ ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ്, സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തോരം പിക്ക് ചെയ്യാൻ പറ്റുന്ന ആളാണ്, ഇങ്ങനെ ഒരു ബേസിക് ഒരു ഐഡിയ കുട്ടിയെ പറ്റി നമ്മൾ എടുക്കാറുണ്ട്. അതിനുശേഷം പേരൻസിന്റെ കയ്യിൽ നിന്ന് നമുക്കറിയാം ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണെങ്കിൽ ആൾ കുറേയും കൂടെ ഹാപ്പി ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചൊന്ന് സ്ട്രിക്റ്റ് ആയിരിക്കണം ടീച്ചർ, ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ നമുക്ക് ഇതിങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ കൂടെ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്തു വരുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ ഈ കുട്ടിയെ ആരുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ കറക്റ്റ് ആയിട്ട് വരുമെന്നുള്ളത് മനസ്സിലാകും. ശരിക്കും പറഞ്ഞാൽ വളരെ കറക്റ്റ് ആയിട്ട് ഇൻഡിവിജ്വലി നമ്മൾ പിക്ക് ചെയ്തിട്ടാണ് ഒരു ടീച്ചറുടെ കയ്യിലേക്ക് ഈ കുട്ടിയെ ഏൽപ്പിക്കുന്നത്. അത് ഏൽപ്പിച്ചതിന് ശേഷം അത് തെരേസയുടെ ഡിസിഷൻ ആണോ? ഇപ്പം ഞാൻ എൻ്റെ കൂടെ ഉള്ള ആൾക്കാരെയും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് തന്നെ എഡ്യൂക്കേഷനിൽ ടീച്ചേഴ്സുമായിട്ട് മാനേജ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് 2 മാനേജേഴ്സും ഉണ്ട്. അപ്പൊ ഈ ടീച്ചേഴ്സിന്റെ ഒരു കാര്യങ്ങളും നമുക്കറിയാം, അവരുടെ ഫീഡ്ബാക്കുകൾ, അവരുടെ സ്ട്രെങ്ത് എല്ലാം നമുക്കറിയാം. ഇങ്ങനെയാണ് നമ്മൾ കുട്ടിയെ അലോട്ട് ചെയ്യുന്നത്. ഇതിനുശേഷം നമ്മുടെ അലോട്ട്മെന്റിന് പുറമെ നമ്മളുടെ ഒരു മൈൻഡ് വർക്ക് അതിലുണ്ട്. അതിന് പുറമെ നമ്മൾ ഒരു ഡെമോ ക്ലാസ് പാരന്റിന് ഓഫർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്കും മനസ്സിലാകും ഓക്കെ ഈ ടീച്ചറുമായിട്ട് നമുക്ക് കോമ്പാറ്റബിലിറ്റി ഉണ്ടോ, കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടോ, അല്ലെങ്കിൽ ടീച്ചർക്ക് അതിനുള്ള ക്ഷമയുണ്ടോ, ആ കാര്യങ്ങളെല്ലാം മനസ്സിലായതിനു ശേഷമാണ് നമ്മൾ ആ കുട്ടിയെ എടുക്കുന്നത്. അതുപോലെ എടുത്തതിന് ശേഷം ഇനി നമ്മൾ ഉപേക്ഷിക്കുകയല്ല, നമ്മൾ ഈ മന്ത്ലി 2 ടെസ്റ്റുകൾ നടത്താറുണ്ട്. അതിന്റെ റിസൾട്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്മൾ ക്ലാസ്സുകളിൽ ഒന്ന് കയറി ഒബ്സർവേഷൻസ് ഇരിക്കാറുണ്ട്, ടീച്ചേഴ്സുമായിട്ട് ചോദിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ആ കുട്ടിയുടെ ഒപ്പം ട്രാവൽ ചെയ്യാണ്. നമ്മുടെ ഒരു കുട്ടിയായിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് ആ കുട്ടിയെ. ഓൺലൈൻ ആണെന്നുണ്ടെങ്കിലും ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിലും അവരെന്തൊക്കെയാണോ ഓഫർ ചെയ്യാത്തത് അതൊക്കെയാണ് ഗാർഡിയൻ എല്ലാ കാലത്തും ഓഫർ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. എന്തൊക്കെ? ഫോർ എക്സാമ്പിൾ ഒരു കാര്യം പറയാം. ഒരു പാരന്റിന് ഭയങ്കര പെർട്ടിക്കുലർ ആയിട്ടുള്ള റിക്വയർമെന്റ് ആയിരിക്കും, എനിക്ക് മാത്സ് പഠിക്കണം. പക്ഷെ മാത്സിൽ ആ ടീച്ചർ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ കൊടുക്കേണ്ടത്, പഠിപ്പീരിലല്ല ചെയ്യേണ്ടത്. അതൊരു സ്പെസിഫിക് റിക്വയർമെന്റ് ആണ്. വേറൊരാൾ വരുന്നു, എൻ്റെ കുട്ടി ബാക്കി എല്ലാ ആസ്പെക്ട്സിലും ഓക്കെയാണ്, സ്റ്റേജിൽ എണീറ്റ് നിന്ന് പറയാൻ അവന് ബുദ്ധിമുട്ടുണ്ട്, സോ നിങ്ങൾ അവനെ കൊണ്ട് പറയിപ്പിക്കണം പബ്ലിക് സ്പീക്കിംഗ്. സോ ആ റിക്വയർമെന്റ് എന്താണോ അത് നമ്മൾ ഫുൾ ആയിട്ട് പാരന്റിന് വേണ്ടി കസ്റ്റമൈസ് ചെയ്യുകയാണ്. അപ്പൊ അതാണ് ഒരു വലിയ ഓഫർ ഉള്ളത്. രണ്ടാമത്തെ ഒരെണ്ണം കമ്മിങ് അബൌട്ട് ദ ഫീസ് ഓർ മണി പാർട്ട്. ഏത് ട്യൂഷൻ സെന്ററിൽ ചെന്നാലും അവർ പറയും പേ ദ ഫീസ് ഫോർ ഹോൾ ഇയർ. സാധാരണ എല്ലാവരും പറയുന്നതാണ്, എന്നാലേ അഡ്മിഷൻ ഉള്ളൂ. അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു കാര്യമാണ് ലാസ്റ്റ് 2 സീറ്റേ ഉള്ളൂ, നിങ്ങളിപ്പോ 3 പേര് ഇരിപ്പുണ്ട്, പെട്ടെന്ന് ജോയിൻ ചെയ്തോ, നിങ്ങൾക്ക് കിട്ടത്തില്ല. സോ യു ആർ മേക്കിംഗ് ദം മീൻസ് ആ പാരന്റിനെ പെട്ടെന്ന് നെർവസ് ആക്കിയിട്ട് പേയ്മെന്റ് ചെയ്യാനാണ്. ഇവിടെ എപ്പോൾ വേണമെങ്കിലും പോലും അഡ്മിഷൻ ഓപ്പൺ ആണ്. യു കം ഔട്ട് ത്രൂ ഔട്ട് ദ ഇയർ. എക്സാമിന് ഒരു ദിവസം മുമ്പ് വേണമെങ്കിലും അഡ്മിഷൻ നമുക്ക് തരണോ, നമുക്ക് തരാം. 1. 2, പേയ്മെന്റ് നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ സാധാരണ ഫോളോ ചെയ്യുന്ന ഒരു പ്ലാൻ ഫോർമാറ്റ് ആണ്. ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം പ്ലാൻ എന്താണെന്നുള്ളത്. ഇപ്പം ഒരു കുട്ടി വന്നു, ആ കുട്ടിയോട് നമ്മൾ ചോദിച്ചു ഏതാണ് പഠിക്കേണ്ടത്. കുട്ടി പറഞ്ഞു എനിക്ക് സോഷ്യൽ സയൻസ് ആണ് പഠിക്കേണ്ടത്. ഓക്കെ, ആഴ്ചയിൽ എത്ര ക്ലാസ് വേണം? 24 മണിക്കൂറിനുള്ളിൽ ഏത് സമയത്ത് വേണമെങ്കിലും ആ കുട്ടിക്ക് ചൂസ് ചെയ്യാം. ഏർലി മോർണിംഗ്, 2 o'clock, 3 o'clock, 4 o'clock, ഏത് സമയം വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പൊ അവിടെ ഒരു ഡേ കിട്ടി, ഒരു ടൈം കിട്ടി. ഏതൊക്കെ ഡേയ്സ് വേണം? എനിക്ക് ട്യൂസ്ഡേസും വെനസ്ഡേസും വേണം, കാര്യം തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ എനിക്ക് കരാട്ടെ ക്ലാസ് ഉണ്ട്. അപ്പൊ ആ 2 ഡേ ഫിക്സ് ആയി. ഇനി ഈ ഫിക്സ് ആയ 2 ഡേ എന്ന് പറയുന്നത് വീക്ക്ലി 2 days ആണ്. ഇൻറ്റു 4, ഒരു 4 വീക്സിലേക്കുള്ള പ്ലാൻ ആണ് നമ്മൾ ആദ്യം ഇടുക. അതായത് 8 സെഷൻ. 8 സെഷന്റെ പേയ്മെന്റ് മാത്രമേ നമ്മൾ വാങ്ങിക്കത്തുള്ളൂ. അതായത് 1 മന്തിന്റെ ആണ് റഫ് ആയിട്ട് കവർ ചെയ്യുന്നത്. സോ ഫിനാൻഷ്യൽ ബർഡൻ ഓൺ ദ പാരന്റ് ഇസ് ലെസ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ എന്നുള്ള ഡിസിഷൻ പാരന്റിന്റെ ആണ്. സോ അതിൽ നമ്മൾ കോൺഫിഡന്റ് ആണ് നമ്മുടെ ക്വാളിറ്റിയിൽ പാരന്റ് നമ്മുടെ കൂടെ കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതിന്. അപ്പൊ ഫിനാൻഷ്യൽ ബർഡൻ ഇല്ല. ഇടയ്ക്ക് ഇപ്പൊ അവര് പറയും ഞങ്ങൾ അടുത്ത മാസം പഠിക്കുന്നില്ല, അതിന്റെ അടുത്ത മാസം ഞങ്ങൾ വീണ്ടും വന്ന് പഠിക്കാം. ചില കുട്ടികൾ എക്സാമിന് തൊട്ട് മുമ്പ് ഒരാഴ്ച മാത്രം വന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട്. സോ ദാറ്റ് ഇസ് ദ എമൗണ്ട് ഓഫ് കസ്റ്റമൈസേഷൻ വി ഓഫർ ഫോർ എനിത്തിങ്. ഡ്രോയിങ്, അബാക്കസ്, പബ്ലിക് സ്പീക്കിംഗ്, എന്തിനാണെങ്കിലും. അപ്പോ ദാറ്റ് അതായത് പാരന്റിന്റെ സൈഡിൽ നിന്നാണ് നമ്മൾ ആലോചിക്കുന്നത് അവർക്ക് എന്ത് കംഫർട്ടാണ്
കിട്ടുന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് ഒരു ഭയങ്കര ഒരു വെൽക്കമിങ് പോയിന്റ് ആണ് പാരന്റ്സിന്റെ അടുത്ത് തീർച്ചയായിട്ടും. സാധാരണ ഇപ്പൊ പറഞ്ഞാലും മറ്റോടത്തൊക്കെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് നമ്മൾ പൈസ ഫുൾ കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞ് പിന്നെ നമുക്ക് ക്വാളിറ്റി ഇല്ല, റീഫണ്ട് അല്ല. അതാണ് റീഫണ്ട് അല്ലാതെ കുട്ടിക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ആ ടീച്ചർ സെറ്റ് ആവണമെന്നില്ല, പക്ഷെ ചോദിക്കുമ്പോൾ തിരിച്ച് അത് റീഫണ്ട് ചെയ്ത് വരില്ല, പൈസ പോകും. അപ്പൊ ആ ഒരു സമയത്തൊക്കെ ഇത് നിങ്ങളുടെ ഭയങ്കര നല്ലൊരു അതാണ്. നിങ്ങൾ ടീച്ചേഴ്സുമാണ്, നിങ്ങളൊരു പാരന്റുമാണ്, നിങ്ങൾ എല്ലാ ആസ്പെക്റ്റും കറക്റ്റ് മനസ്സിലാക്കി അത് നിങ്ങളുടെ ലൈഫിൽ പലതും പഠിച്ചത് എല്ലാം കൂടെ നിങ്ങൾ അപ്ലൈ ചെയ്യാണ് ഇവിടെ അല്ലേ? ഇത്ര അധികം ലോകം മുഴുവൻ 20 കൺട്രീസിലൂടെ ഇതായി നിൽക്കാണ്. സോ നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ എന്താ കാണുന്നത്? ഈ +2 വരെയുള്ള ക്ലാസ്സസിൽ മാത്രം നിൽക്കുന്നതാണോ? അതിനുശേഷം നമുക്കിവിടെ കുറെ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ ഉണ്ടല്ലോ, അതിലേക്കുള്ള ട്യൂഷൻ കാര്യങ്ങൾ അതിൽ വല്ലതും നിങ്ങൾ ഫോക്കസ്ഡ് ആണോ? അങ്ങനെ വല്ലതും പ്ലാൻ ഉണ്ടോ? അതെ, അതായത് ഏറ്റവും ആദ്യം ഒരുപാട് ആൾക്കാരിലേക്ക് എത്തുക. നമ്മുടെ ഈ ഒരു സർവീസ് ഹാപ്പി ആയിട്ട് എന്താ പറയുന്നത്, റിസീവ് ചെയ്യുന്ന ഒരുപാട് പാരന്റ്സ് ഉണ്ട്. അതേപോലെ ഒരുപാട് പാരന്റ്സിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ആഗ്രഹം. 2, ഈ പറയുന്ന പോലെ 20 കൺട്രീസ് അല്ലല്ലോ ലോകത്തിൽ, 100-ലധികം കൺട്രീസ് ഉണ്ടല്ലോ. നമ്മൾ എല്ലാ കൊല്ലവും കൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അതായത് തുടങ്ങിയ സമയത്ത് നമുക്ക് അക്കാഡമിക്സ് മാത്രമായിരുന്നു, അത് ഒരു 8th 9th 10th മാത്രമൊക്കെ ആയിരുന്നു നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. എല്ലാ കൊല്ലവും നമ്മൾ എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യാറുണ്ട്, നമ്മുടെ ഒരു സെഗ്മെന്റ് നമ്മൾ കൂട്ടാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രാവശ്യം കൂട്ടിയതാണ് അബാക്കസ്, അങ്ങനെ കൂട്ടിയതാണ് ഡ്രോയിങ്, അങ്ങനെ കൂട്ടിയതാണ് ഫോണറ്റിക്സ്, പബ്ലിക് സ്പീക്കിംഗ്, ചെസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. സോ ഇന്ന് നമുക്ക് അക്കാഡമിക്സ് ഞാൻ പറഞ്ഞില്ല, ഏത് സബ്ജക്റ്റും ഏത് ലാംഗ്വേജും, ഈവൻ ടു ദ എക്സ്റ്റെന്റ് ദാറ്റ് കൊറിയൻ, ചൈനീസ്, ജർമ്മൻ, ഇതൊക്കെ നമുക്ക് പഠിപ്പിക്കാൻ ട്യൂട്ടേഴ്സ് ഉണ്ട്. മീൻസ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആ സെഗ്മെന്റിൽ കുറവായിരിക്കും, കാര്യം നമ്മളൊരു പുതിയ ഇന്നോവേഷൻ കൊണ്ടുവരുമ്പോൾ അവിടേക്കൊന്ന് ആയി വരാൻ എടുക്കുന്ന സമയം. സോ എന്തായാലും മുൻപോട്ട് വെച്ച കാലം മുമ്പോട്ട് തന്നെ നല്ല രീതിയിൽ ഒരുപാട് ആളുകളിലേക്ക് എത്തണം. ഈ സർവീസ് ഒരുപാട് ആളുകൾക്ക് ബെനിഫിറ്റ് ചെയ്യാൻ പറ്റണം. ഒരുപാട് കുട്ടികൾ നല്ല ഓർമ്മകളുമായിട്ട് ഗാർഡിയനിൽ നിന്ന് പോണം, പാരന്റ്സ് സാറ്റിസ്ഫൈഡ് ആവണം. ഇതൊക്കെയാണ് മുമ്പിലേക്കുള്ള ഞങ്ങളുടെ സ്വപ്നങ്ങൾ. ഓക്കെ, എന്തായാലും ആ സ്വപ്നങ്ങൾ പൂവണിഞ്ഞോണ്ടിരിക്കുകയാണ്. ഇനിയും മോർ നല്ല രീതിയിലേക്ക് തന്നെ അത് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. സോ വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. ഗാർഡിയൻ ട്യൂട്ടർ ഓൺലൈൻ ലോകമെമ്പാടും അറിയപ്പെടുന്ന നമ്പർ 1 ഓൺലൈൻ ട്യൂഷൻ സെന്റർ തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.